അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവത മാഹാത്മ്യം സ്കന്ദപുരാണത്തിൽ 5 അധ്യായങ്ങളിലായിട്ട് പറഞ്ഞിരിക്കുന്നു. അതിൽ 4-ാമത്തെ അധ്യായത്തിൽ 60-ാമത്തെ ശ്ലോകം മുതൽ ഇപ്പോൾ പാരായണം ചെയ്യാണ്. ഋഷിരുവാച വത്സേ വിവാഹയോഗ്യാനി സന്ധ്യന്യർക്ഷാണി ഭൂരിശ രേവത്യാം കഥമുദ്വാഹ പൗഷ്ണഭം നദിവി സ്ഥിതം. കന്യോവാച രേവതൃക്ഷം വിനാകാലോ മമോദ്വാഹോചിതോ നഹി അത സംപ്രാർത്ഥയാമ്യേതദ്വിവാഹം പൗഷ്ണഭേ കുരു. ഋഷിരുവാച ഋതവാങ്മുനിനാ പൂർവം രേവതീഭം നിപാതിതം ഭാന്തരേ ചേന്നത്തെ പ്രീതിർവിവാഹ സ്യാൽ കഥം തവ. കന്യോവാച തപഃകിം തപ്തവാനേക ഋതവാഗേവ കേവലം ഭവതാ കിം തപോ നേതൃക് തപ്തം വാക്കായ മാനസൈ. ജഗൽ സൃഷ്ടും സമർത്ഥസ്ത്വം വേദ്യഹം തേ തപോബലം രേവതൃക്ഷം ദിവി സ്ഥാപ്യ മമോദ്വാഹം പിതഃ കുരു. ഋഷിരുവാച ഏവം ഭവതു ഭദ്രം തേ യഥൈവ ത്വം ബ്രവീഷി മാം ത്വൽകൃതേ സോമമാർഗേഹം സ്ഥാപയാമ്യദ്യ പൗഷ്ണഭം. സ്കന്ദ ഉവാച ഏവമുക്ത്വാ മുനിസ്തൂർണം പൗഷ്ണഭം സ്വതപോബലാത് യഥാപൂർവം തഥാ ചക്രേ സോമമാർഗേ ഘടോദ്ഭവ. രേവതി നാംനി നക്ഷത്രേ വിവാഹവിധിനാ മുനി രേവതിം പ്രദദൗ രാജ്ഞേ ദുർദമായ മഹാത്മനെ. കൃത്വാ വിവാഹം കന്യായ മുനീരാജാനമബ്രവീൽ കിം തേഭിലഷിതം വീര വദ തത്പൂരയാമ്യഹം. രാജോവാച മനോ സ്വായംഭുവസ്യാഹം വംശേ ജാതോസ്മി ഹേ മുനേ
മന്വന്തരാധിപം പുത്രം ത്വൽപ്രസാദാച്ച കാമയേ. മുനിരുവാച യദ്യേഷാ കാമനാ തേസ്തി ദേവ്യാ ആരാധനം കുരു ഭവിഷ്യത്യേവ തേ പുത്രോ മന്വന്തരാധിപ. ദേവീ ഭാഗവതം നാമ പുരാണം യത്തു പഞ്ചമം പഞ്ചകൃത്വസ്തു തച്ഛ്രുത്വാ ലപ്സ്യസേഭിമതം സുതം. രേവത്യാ രൈവതോ നാമ പഞ്ചമോ ഭവിതാമനു വേദവിച്ഛാസ്ത്രതത്വജ്ഞോ ധർമ്മവാനപരാജിത. ഇത്യുക്തോ മുനിനാ രാജാ പ്രണമ്യ മുദിതോ മുനിം ഭാര്യയാ സഹ മേധാവി ജഗാമ നഗരം നിജം. പിതൃപൈതാമഹം രാജ്യം ചകാരസമഹീപതി പാലയാമാസ ധർമാത്മാ പ്രജാ പുത്രാനി വൗരസാൻ. ഏകദാ ലോമശോ നാമ മഹാത്മാ മുനിരാഗത പ്രണിപത്യതമഭ്യർച്ച്യ പ്രാഞ്ജലിശ്ചാബ്രവീൻ നൃപ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം, അതിൻ്റെ മാഹാത്മ്യം സ്കന്ദപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നു. അതിൽ 5 അധ്യായങ്ങളിൽ 4-ാമത്തെ അധ്യായത്തിൽ 60-ാമത്തെ ശ്ലോകം മുതൽ 75 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് നമ്മൾ ഭാഷാഗാനമായി പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. മകളെ നിൻ മനോരഥം അത്യന്തം ദുർഘടം തന്നെ, മറ്റുള്ളതാം നക്ഷത്രങ്ങൾ ഏറെയുണ്ടല്ലോ. മംഗല്യമെങ്ങിനെ ഞാനും രേവതിയിൽ നടത്തിയിടും, മാനത്തിപ്പോൾ രേവതിയാം നക്ഷത്രമില്ല. രേവതി നക്ഷത്രത്തിൻ്റെ അല്ലാത്തതാം സമയത്തു രേവതി തൻ വിവാഹത്തെ നടത്തിയിടൊല്ലേ. രേവതിയാം ഞാനുമിത അപേക്ഷിച്ചിടുന്നു ഭക്ത്യ, രേവതിയിൽ തന്നെ എൻ്റെ വേളി നടത്തൂ. പണ്ടു ഋതവാക്കാം മുനി രേവതിയെ ധരണിയിൽ പതിപ്പിച്ചു ഉഗ്രമായ ശാപത്തിനാലേ. പറയൂ നീ മറ്റു നാളിൽ വിവാഹം നടത്തില്ലെങ്കിൽ പത്നിപദം നീ എങ്ങനെ സ്വന്തമാക്കിയിടും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ആമാമുനി മാത്രമാണു ഈ ഭൂമിയിൽ തപം ചെയ്തു, അങ്ങും ഒരുപാടുകാലം തപം ചെയ്തില്ലേ. അടക്കിയ വാക്കിനാലെ മൗനിയായി ഭക്തിയോടെ അനവധി കാലമങ്ങും തപം ചെയ്തില്ലേ. ജഗത്തിൻ്റെ സൃഷ്ടി നടത്തിടുവാനായി പോലും തവ ജപത്തിനും തപസ്സിനും സാധിക്കുമല്ലോ. ജ്വലിക്കട്ടെ രേവതിയോ ആകാശത്തിലതിനൊപ്പം, ജ്വലിക്കട്ടെ ഹോമാഗ്നിയൻ വിവാഹത്തിനായി. അങ്ങനെയാവട്ടെ നിന്റെ ആഗ്രഹം സാധിച്ചിടട്ടെ, അതുപോലെ സർവ മംഗളമുണ്ടാവട്ടെ.
ആ നക്ഷത്രം രേവതിയെ ഇന്നു തന്നെ ഞാൻ എത്തിക്കും അജവിധി തന്നിൽ നിത്യ സാന്നിധ്യമായി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം എന്നു ചൊല്ലി പ്രമോചന മഹർഷിയോ അനന്തരം ഏറെ ശ്രദ്ധയോടെ ധ്യാനനിരതനായി. ഏറെയൊന്നും വൈകിടാതെ കുംഭസംഭവനാം മുനെ എത്തിയല്ലോ രേവതിയും സോമവീതിയിൽ. അനന്തരം ദേവതീതൻ പുണ്യമേറും മുഹൂർത്തത്തിൽ അതിസുന്ദരിയായിടും കന്യ രേവതി. അച്ഛൻ തൻ്റെ കൈപിടിച്ചു മുനിയോ ആ കരങ്ങളെ അരചനാം ദുർദമന്റെ കയ്യിലേൽപ്പിച്ചു. കന്യകയും രാജാവുമായി വിവാഹം നടന്ന ശേഷം കാരുണ്യത്തോടവേ മുനി ഏവം ചോദിച്ചു. കരുത്തേറും വീരാചൊല്ലു അങ്ങയുടെ ആഗ്രഹത്തെ, കാര്യമെന്തായാലും അതു ചെയ്തിടാം ഞാനും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. മഹർഷേ ഞാൻ പിറന്നതു സ്വയംഭുവ മനുവിൻ്റെ മഹിമയേറിടുന്നത വംശത്തിലല്ലോ. മഹാമുനെ അവിടുത്തെ കാരുണ്യത്താലടിയനു മന്വന്തരാധിപനായ പുത്രനെ വേണം. മഹാരാജൻ ഇത്തരത്തിൽ മോഹമങ്ങയ്ക്കുണ്ടെങ്കിലോ മഹാദേവി പാദങ്ങളെ ആരാധിക്കുക. മോഹങ്ങളെ സാധിച്ചിടും മഹാമായ പ്രസാദത്താൽ മന്വന്തരാധിപനായ പുത്രനുണ്ടാകും. അറിയുക ദേവി ഭാഗവതമാകും പുരാണത്തെ, അഞ്ചാമത്തെ വേദമാണെന്നോതുന്നു ബുധർ. 5 ദിനം ദേവി ഭാഗവതം നന്നായി കേട്ടുവെന്നാൽ ആഗ്രഹിക്കും പോലെയുള്ള പുത്രനുണ്ടാകും. രേവതിയിൽ ജനിക്കുന്ന അങ്ങയുടെ തനയനും ജൈവതനെന്നുള്ള മനുവായി ഭവിക്കും. വേദജ്ഞനും ധർമ്മിഷ്ഠനും അപരാജിതനുമാകും. വേണ്ട പോൽ ശാസ്ത്രതത്വങ്ങൾ ഗ്രഹിക്കും നൂനം. അമ്മേ ദേവി ഭഗവതി, ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. മാമുനിയോ ഈ വിധത്തിൽ പറഞ്ഞതു കേട്ട നേരം മഹാപതിയായിടുമ മഹീപതിയോ മാംഗല്യസൂത്രമണിഞ്ഞ സുന്ദരിയാം ഭാര്യയ്ക്കൊപ്പം മഹിമയേറുന്ന തന്നെ നഗരം പുകി. പിതൃപിതാമഹദത്തമായിട്ടുള്ള രാജ്യത്തെയും പരിപാലനം ചെയ്തല്ലോ ദുർദമരാജൻ. പ്രജകളെ മഹാത്മാവ മഹാമതി മഹാരാജൻ പുത്രരെന്ന പോലെ തന്നെ കരുതിപ്പോന്നു. മഹാത്മാവാം ലോമശന മഹർഷിയോ ഒരു ദിനം മഹാരാജാ ദുർദമന്റെ ചാരയണഞ്ഞു. മഹർഷിയെ നമസ്കാരം പൂജാദികൾ എന്നിവയാൽ മാനിച്ചല്ലോ. അനന്തരം ഏവം ചോദിച്ചു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം.
അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ദേവീ നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവീ വാഴുകയെൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന രീതിയിൽ നാം അനുസ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ശ്രീമദ് ദേവി ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം 4-ാമത്തെ അധ്യായത്തിൽ 60 മുതൽ 75 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പാരായണം ചെയ്തതും ഭാഷാഗാനമായി ഇവിടെ ചൊല്ലി സമർപ്പിച്ചതും. ആ ശ്ലോകങ്ങളിലേക്ക് കടന്നാൽ നമുക്ക് മനസ്സിലാവും. അവിടെ ഋഷിരുവാച, ആ മുനി, പ്രമുഖമുനി പറയുകയാണ് രേവതിയുടെ അടുത്ത്, വത്സേ വിവാഹയോഗ്യാനി സന്ധ്യന്യർക്ഷാണി ഭൂരിഷ രേവത്യാം കഥമുദ്വാഹ പൗഷ്ണഭം ന ദിവി സ്ഥിതം. ഇവിടെ രേവതി എന്ന പെൺകുട്ടി, രേവതിയിൽ നിന്നുണ്ടായ രേവതി, തനിക്ക് വിവാഹം രേവതി നക്ഷത്രത്തിൽ തന്നെ വേണം എന്ന് പറഞ്ഞു എന്നാണ്. അപ്പോഴാണ് നമ്മൾ നിർത്തിയത് ഇന്നലെ. അപ്പോൾ ഇവിടെ അത് ദേവിയുടെ അടുത്ത്, രേവതിയുടെ അടുത്ത് മുനി ചോദിക്കുകയാണ്, വത്സേ മോളെ, വിവാഹയോഗ്യമായ മറ്റു നക്ഷത്രങ്ങൾ ധാരാളം ഉണ്ട് എന്നിരിക്കെ എന്തിനാണ് രേവത്യാം കഥമുദ്വാഹ, രേവതി തന്നെ വേണം വിവാഹം നടത്തണത് എന്ന് പറഞ്ഞത്? അതെന്താ കൊണ്ടാണ്? കാരണം അതിപ്പോൾ ആകാശത്തില്ല, രേവതി നക്ഷത്രമില്ലാതെയായിരിക്കണു. ഇത് കേട്ടപ്പോൾ രേവതി എന്ത് പറഞ്ഞു? രേവത്വക്ഷം വിനാകാലോ മമോദ്വാഹോചിതോ നഹി അത സംപ്രാർത്ഥയാമ്യേ തദ്വിവാഹം പൗഷ്ണഭേ ഗുരു. പൗഷ്ണഭം എന്ന് പറഞ്ഞ രേവതി. ഇപ്പം രേവതി നക്ഷത്രത്തിൻ്റേതല്ലാത്ത സമയത്ത് വിനാകാലോ എൻ്റെ വിവാഹം നടത്തുന്നത് ഒട്ടും ഉചിതമല്ല. ഉചിതോ നഹി, ഒട്ടും ഉചിതമല്ല. അതുകൊണ്ട് ഞാൻ അപേക്ഷിക്കണു. അതാ സംപ്രാർത്ഥയേമ്യേതത് വിവാഹം പൗഷ്ണഭേ ഗുരു, എൻ്റെ ഈ വിവാഹം രേവതി നക്ഷത്രത്തിൽ തന്നെ ചെയ്യണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഉടനെ ഋഷി വീണ്ടും ചോദിച്ചു, ഋതവാങ്മുനിനാ പൂർവം രേവതീഭം നിപാതിതം ഭ്രാന്തരേ ചേന്നതേ പ്രീതിർവിവാഹസ്യാൽ കഥം തവ. പണ്ട് ഋതവാക്ക് എന്ന മുനി ശപിച്ചു കഴിഞ്ഞപ്പോൾ ആ രേവതി നക്ഷത്രം താഴേക്ക് വീണു. അപ്പോൾ മറ്റു നാളുകളിൽ വിവാഹം നടത്തുന്നതിന് നിനക്ക് ഇഷ്ടമല്ല എന്ന് വന്നാൽ, രേവതിയിൽ മാത്രമേ വിവാഹം നടത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നിന്റെ വിവാഹം എങ്ങനെ നടക്കും? ഇപ്പം രേവതി നക്ഷത്രം ഭൂമിയിൽ വീണ് കിടക്കുകയാണ്. രേവതി വീണ്ടും തിരിച്ചു പറഞ്ഞു, തപക്കിം തപ്തവാനേക ഋതവാഗേവ കേവലം. ഋതവാക്ക് എന്നൊരു മുനി മാത്രമേ ഈ ലോകത്ത് തപസ് ചെയ്യണുള്ളൂ. ഭവതാകിം തപോനേതൃ തപ്തം വാക്കായ മാനസൈ. അങ്ങ് തപസ് ചെയ്തിട്ടില്ലേ? ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും അങ്ങ് തപസ് ചെയ്തിട്ടില്ലേ? അങ്ങക്ക് അതിനുള്ള ശക്തി ഉണ്ടല്ലോ. ജഗൽ സൃഷ്ടും സമർത്ഥസ്ത്വം. ഈ ജഗത്തിനെ സൃഷ്ടിക്കാൻ പോലും അങ്ങക്ക് സാമർഥ്യമുണ്ട് അങ്ങയുടെ തമസ്സിന്. അപ്പോൾ വേദ്യഹം തേ തപോബലം രേവത്വക്ഷം ദിവിസ്ഥാപ്യ മമോദ്വാഹം പിതക്കുരു. അതുകൊണ്ട് ആ രേവതി നക്ഷത്രത്തെ
യഥാസ്ഥാനത്ത് സ്ഥാപിച്ചിട്ട് അച്ഛാ എൻ്റെ വിവാഹം നടത്തൂന്ന. ഇത് കേട്ടപ്പോൾ ഋഷി പറഞ്ഞു, ഏവം ഭവതു ഭദ്രം തേ, ശരി അങ്ങനെ ആവട്ടെ, നിനക്ക് മംഗളുണ്ടാവട്ടെ. യഥൈവത്വം ബ്രവീഷിമാം, എന്നോട് നീ പറഞ്ഞതുപോലെ ത്വൽകൃതേ സോമമാർഗേഹം സ്ഥാപയാമ്യദ്യ പൗഷ്ണഭം, ആ പൗഷ്ണഭത്തെ, ആ രേവതി നക്ഷത്രത്തെ ഞാൻ ചന്ദ്രവീഥിയിൽ തന്നെ വീണ്ടും സ്ഥാപിക്കും എന്ന് പറഞ്ഞു. ഇത് സുബ്രഹ്മണ്യൻ കുംഭസംഭവനായിരിക്കുന്ന അഗസ്ത്യനോട് പറയുന്ന സംവാദമായിട്ടാണല്ലോ. ഈ സമയത്ത് സുബ്രഹ്മണ്യൻ പറയുകയാണ്, ഏവമുക്ത്വാ മുനിസ്തൂർണം പൗഷ്ണഭം സ്വതപോബലാൽ യഥാപൂർവം തഥാ ചക്രേ സോമമാർഗേ ഘടോദ്ഭവ. ഹേ ഘടോദ്ഭവ, കുംഭസംഭവ, അഗസ്ത്യ മഹർഷേ, ആ പ്രമുഖ മുനി തൻ്റെ തപോബലം കൊണ്ട്, സ്വതപോബലത്താൽ രേവതി നക്ഷത്രത്തെ വീണ്ടും ആ സോമവീഥിയിൽ, ചന്ദ്രവീഥിയിൽ തന്നെ വീണ്ടും സ്ഥാപിച്ചു. ദേവതീനാം നക്ഷത്രേ വിവാഹവിധിനാ മുനി രേവതിം പ്രദദൗ രാജ്ഞേ ദുർദമായ മഹാത്മനെ. അങ്ങനെ ആ രേവതി എന്ന നാമമുള്ള പേരുള്ള നക്ഷത്രത്തിൽ വിവാഹവിധി അനുസരിച്ച് മുനി രേവതിം പ്രദദൗ, തൻ്റെ മകളായ രേവതിയെ നൽകിയെന്ന്. ആർക്ക്? രാജ്ഞേ ദുർദമായ മഹാത്മനെ, മഹാത്മാവായിരിക്കുന്ന ദുർദമൻ എന്ന രാജാവിന് വിവാഹം ചെയ്തു കൊടുത്തു. കൃത്വാ വിവാഹം കന്യായ മുനി രാജാനമബ്രവീൽ കിം തേ അഭിലഷിതം വീര വധ തത്പൂരയാമ്യഹം. തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുത്തതിന് ശേഷം ഈ മുനി രാജാവിനോട് ചോദിച്ചു, ഹേ വീര, കിം തേ അഭിലഷിതം, നീ എന്താണ് ആഗ്രഹിക്കുന്നത്? എന്താണെങ്കിലും പറഞ്ഞോളൂ, ഞാൻ തത്പൂരയാമ്യഹം, അത് ഞാൻ വേണ്ട പോലെ സാധിപ്പിച്ചു തരാം. രാജാവ് ഈ വാക്ക് കേട്ടപ്പോൾ ദുർദമൻ പറഞ്ഞു, മനോ സ്വായംഭുവസ്യാഹം വംശേ ജാതോസ്മി ഹേ മുനേ മന്വന്തരാധിപം പുത്രം ത്വൽപ്രസാദാച്ച കാമയേ. ഞാൻ സ്വയംഭൂമനുവിൻ്റെ വംശത്തിൽപ്പെട്ട ആളാണ്. അത് അപ്പോൾ അങ്ങയുടെ പ്രസാദം കൊണ്ട് മന്വന്തരാധിപം പുത്രം കാമയേ, ഈ ഒരു മന്വന്തരത്തിൻ്റെ അധിപനായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു മനുവാകാൻ പാകത്തിനൊരു പുത്രനെ എനിക്ക് ഉണ്ടാവണം, അതിനുള്ള അനുഗ്രഹം വേണമെന്നാണ്. ഇപ്പം ശ്രീമദ് ഭാഗവതത്തിലും ദേവി ഭാഗവതത്തിലും കഥകൾ ഏകദേശം ഒരുപോലെയാണെങ്കിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണാം. അവിടെ ശ്രീമദ് ഭാഗവതത്തിൽ പ്രിയവ്രതൻ്റെ കുലത്തിൽ നിന്നല്ല, പ്രിയവ്രതൻ്റെ പുത്രനായിട്ടാണ് ഈ രൈവതനെ നമ്മൾ കാണുന്നത്. ഉത്തമൻ, താമസൻ, രൈവതൻ. ഇവിടെ ആ വംശത്തിൽപ്പെട്ട ദുർദമൻ്റെ മകനായിട്ടാണ് ഇനി രൈവതനെ നമ്മൾ കാണുന്നത്. ഇത് കേട്ടപ്പോൾ മുനി പറഞ്ഞു, യദ്യേഷാ കാമനാതേസ്തി ദേവ്യ ആരാധനം ഗുരു. നിനക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ദേവ്യ ആരാധനം ഗുരു, ദേവിയെ ആരാധിക്കൂ. ഭവിഷ്യത്യേവത്തെ പുത്രോ മനുർ മന്വന്തരാധിപ. ഒരു പുത്രനുണ്ടാവും, ആ പുത്രൻ മന്വന്തരങ്ങളുടെ അധിപനായ മനുവായിട്ട് തീരും. എങ്ങനെ ഭജിക്കണം എന്നാണ് പറഞ്ഞത്? ദേവീ ഭാഗവതം നാമ പുരാണം യത്തു പഞ്ചമം. ഈ ദേവീ ഭാഗവതം എന്നുള്ള പുരാണം ഉണ്ടല്ലോ, 5ാമത്തെ വേദമായിട്ടാണ് പറയണത്. അത് പഞ്ചകൃത്വസ്തു തക്ഷുത്വ ലപ്സ്യസേഭിമതം സുതം. ആഗ്രഹിക്കുന്നൊരു പുത്രനെ കിട്ടാൻ ഈ 5ാമത്തെ വേദമായ ദേവീ ഭാഗവതം 5 ദിവസം കൊണ്ട് വായിക്കുകയാണ്, കേൾക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. രേവത്യ രൈവതോ നാമ പഞ്ചമോ ഭവിതാമനു വേദവിച്ഛാസ്ത്രതത്വജ്ഞോ ധർമ്മവാൻ അപരാജിത. അങ്ങനെ ആ ദേവീഭാഗവതം കേട്ടാൽ രേവതിയിലുണ്ടാകുന്ന പുത്രൻ രൈവതൻ എന്ന് അറിയപ്പെടും. 5ാമത്തെ മനുവായിട്ട് തീരും. പഞ്ചമോ ഭവിതാമനു. ആ രൈവതനോ വേദങ്ങൾ അറിയുന്ന, ശാസ്ത്രതത്വങ്ങൾ ഗ്രഹിച്ച, ധർമ്മിഷ്ഠനായ, അപരാജിതനായിരിക്കുന്ന ഒരു മനുവായിട്ട് തീരും ഈ രൈവതൻ എന്ന് പറയുന്നു. ഇത്യുക്തോ മുനിനാ രാജ പ്രണമ്യ മുദിതോ മുനിം ഭാര്യയാ സഹമേധാവി ജഗാമ നഗരം നിജം
മുനി ഇത് പറഞ്ഞപ്പോൾ അവിടെ ആ ബുദ്ധിമാനായ രാജാവ് ആ ദേഹത്തെ നമസ്കരിച്ചു. അതിനുശേഷം ഭാര്യയാസഹ മേധാവി, മേധാവി എന്ന് പറഞ്ഞാൽ മേധയോടുകൂടിയവൻ, ബുദ്ധിമാനായിട്ടുള്ള ആള്, ജഗാമ നഗരം നിജം, തൻ്റെ നഗരത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. പിതൃപൈതാമഹം രാജ്യം ചകാരസമഹീപതി പാലയാമാസ ധർമാത്മാ പ്രജാപുത്രാനി വൗരസാൻ. മഹാമതിയായ ധർമാത്മാവായ അദ്ദേഹം സ്വന്തം പ്രജകളെ മുഴുവൻ മക്കളെ പോലെ കരുതി. എന്നിട്ടോ പിതൃപൈതാമഹം രാജ്യം, പിതൃപിതാമഹദത്വമായിരിക്കുന്ന അവരിൽ നിന്ന് കിട്ടിയിട്ടുള്ള രാജ്യത്തെ വേണ്ടതുപോലെ ഭരിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ഏകദാ ലോമശോ നാമ മഹാത്മാ മുനിരാഗത പ്രണിപത്യതമഭ്യർച്ച്യ പ്രാഞ്ജലിശ്ചാബ്രവീൻ നൃപ. ഒരിക്കൽ മഹാത്മാവായിരിക്കുന്ന ഒരു മുനി, അദ്ദേഹത്തിൻ്റെ പേര് ലോമശൻ എന്നാണ്. അദ്ദേഹം ഈ രാജാവിൻ്റെ അടുത്തേക്ക് വന്നു. രാജാവ് അദ്ദേഹത്തെ നമസ്കരിച്ചു, അദ്ദേഹത്തെ പൂജിച്ചു. എന്നിട്ട് പ്രാഞ്ജലിശ്ചാബ്രവീൻ നൃപ, തൊഴുകൈകളോടുകൂടി അഞ്ജലീബദ്ധനായി നിന്നുകൊണ്ട് ആ രാജാവ് മുനിയോട് ഇപ്രകാരം ചോദിച്ചു എന്ന് പറയുകയാണ്. എന്താണ് എന്നുള്ളതാണ് നമ്മൾ നാളെ അനുസ്മരിക്കുന്നത്. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു
അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.